ഹലോ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു കുർത്ത സെറ്റായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു നെക്ക് ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ബോർഡറും പിന്നെ ആ ഒരു സിൽവർ ലേസൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ടോപ്പൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുവാണേ. ആ ഒരു ബോർഡർ ഭാഗം മൊത്തത്തിൽ മാറ്റേണ്ടത് കൊണ്ടിട്ട് ആ ഒരു ടോപ്പ് മുഴുവനായിട്ട് തന്നെ എനിക്കത് അഴിക്കേണ്ടി വന്നിട്ടാ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു കേട്ടോ. കാരണം ചെറിയ കാണിയിലൊക്കെ ആയിരുന്നു ആ ഒരു ബോർഡറൊക്കെ അടിച്ച് പിടിപ്പിച്ചിരുന്നത് വെച്ചാൽ എൻ്റെ തിരക്കിനിടക്കാണെന്നുണ്ടെങ്കിൽ ഞാനത് പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു നെക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ ബോർഡർ എങ്ങനെയാണ് വെച്ചിരുന്നത് വെച്ചത് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു മിറർ വർക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അത് നമ്മൾക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുമ്പോഴേക്കും റൗണ്ട് ഷേപ്പിലെ പ്ലാസ്റ്റിക്കിൻ്റെ മിററാണ് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറിയുടെ വർക്ക് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് യോക്ക് ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു വള്ളിയും ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ ആ ഒരു മിറർ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. സ്ലീവ് ലെങ്ത്തിലുള്ള ഒരു ബോർഡറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലെങ്ത്തൊക്കെ എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു യോക്കിന് താഴെയാണെങ്കിലും ചെറിയ ചുരുക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഫ്ലെയറിലുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു ചുരുക്കൊന്നും ഒട്ടും കളയാതെ അതുപോലെ ഫ്ലെയറൊന്നും കളയാതെ തന്നെ ഒരു സെറ്റ് മോഡലാക്കിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ കെട്ടുമൊക്കെ ഞാൻ അതുപോലെ തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. സോഫ്റ്റ് റയോണിൽ വരുന്ന ടോപ്പും അതുപോലെ ബോട്ടവും ഷോളും ആണെന്നുണ്ടെങ്കിൽ കോട്ടണിലാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ.